ഹലോ വെൽക്കം ബാക്ക് ടു വീഡിയോ. ഇന്ന് നമ്മളൊരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അതിനായിട്ട് ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. പച്ചമുളകും കറി ലീഫ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കൊച്ചുള്ളി അല്ലെങ്കിൽ സവാള ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. കൊച്ചുള്ളി ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. പക്ഷേ പൊളിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ സവാളയും കൊച്ചുള്ളിയും കൂടി ചേർത്തിട്ടാണ് എടുത്തേക്കുന്നത്. അതൊന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വാടി കിട്ടുമ്പോഴത്തേന് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഈ ഒരു ഗോൾഡൻ കളറായി വരുന്ന ആ ഒരു സ്റ്റേജിലെത്തുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി എണ്ണയിലിട്ട് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി മാത്രം കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് പൊടി എടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഞണ്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് വലിയ ഞണ്ടാണെന്നില്ലേ? കുഞ്ഞു ഞണ്ടാണ്, കായൽ ഞണ്ട്. ഇവിടെ പൊന്നൂസിന് ഞണ്ടെന്ന് വെച്ചാൽ ആ ഒരു പേര് കേട്ടാൽ തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ചന്തയിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കായൽ ഞണ്ട്. അങ്ങനെ മേടിച്ചിട്ട് വന്നേ. അപ്പോൾ ഞണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, കാരണം ഞണ്ടിൽ നിന്ന് വെള്ളം ഇറങ്ങി അതിനകത്തേക്ക് വരും. അപ്പോൾ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും മസാലപ്പൊടി ആഡ് ചെയ്യണം. ഇത് രണ്ടും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഇത് വറ്റി വരണം. ആ ഉള്ളിയും മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല രീതിയിലായിട്ട് വരണം. നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേനും മല്ലിയില ഇഷ്ടമുള്ള ആൾക്കാർക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ നന്നായിട്ട് പറ്റി വന്നതിന് ശേഷം നിങ്ങൾക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതായത് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു മണമൊക്കെ അതിനകത്ത് കിട്ടും. താങ്ക്